കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം മനുഷ്യന്റേതെന്ന് സ്ഥിരീകരിച്ചു. സ്പോട്ട് 6-ലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തിയത്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഇത് മനുഷ്യന്റെ അസ്ഥികൂടമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, മറ്റെന്തൊക്കെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് മുഹമ്മദ് റഹീസ്? ഉന്മേഷിത, എനിക്ക് പിന്നിൽ കാണുന്ന ഈ 6-ാം നമ്പർ സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. ആദ്യം തന്നെ 11 മണിയോടെ SIT സംഘം ഇവിടെ എത്തുന്നു. കുഴിച്ചു പരിശോധിക്കാനുള്ള പിന്നാലെ പമ്പ് സെറ്റ് വെള്ളം മാറ്റി പരിശോധന കണ്ടെത്തിയിരിക്കുന്നു. നിർണായകമായിട്ടുള്ള എന്തോ സൂചന ലഭിച്ചിരിക്കുന്നു. ധർമ്മസ്ഥലയിലെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് തുടർച്ചയായ 3-ാം ദിവസമാണ് മണ്ണുമാന്തിയുള്ള പരിശോധന അവിടെ നടക്കുന്നത്. 6-ാം സ്പോട്ടിലാണ് ഇപ്പോൾ നിർണായക തിരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിലിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ തിരച്ചിലിൽ സ്പോട്ട് 6-ലാണ് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അത് മനുഷ്യാസ്ഥികൂടമാണ് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട്. പുരുഷന്റെ അസ്ഥികൂടം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇക്കാര്യങ്ങളിൽ ഇനി ഫോറൻസിക് പരിശോധനയിലൂടെ അടക്കം വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, പറയൂ. ഇവിടെ ഒരു അസ്ഥികൂടം ലഭിച്ചതായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത് ഒരു അസ്ഥികൂടം മാത്രമെന്നുള്ള വിവരം പുറത്തു വന്നുവെങ്കിൽ പിന്നീട് അത് സ്ഥിരീകരിച്ചു നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെ ഇതൊരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് എന്നിപ്പോൾ ഇതൊരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചു പറയാൻ കഴിയും. മാത്രമല്ല, ഒരു പുരുഷന്റെ അസ്ഥികൂടമാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ ഈ അസ്ഥികൂടം ഒരൊറ്റ രീതിയിലല്ല, ഒരൊറ്റ സ്കെൽറ്റൺ എന്നുള്ള രീതിയിലല്ല, മറിച്ച് പലയിടത്തായി ആ കുഴിയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചതാണ്. കാരണം നേരത്തെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഒരു സ്പോട്ടിൽ താൻ ഒരു റഹീസ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. റഹീസിലേക്ക് വളരെ വേഗം എത്താം. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സ്പോട്ട് 6-ലാണ് ധർമ്മസ്ഥലയിൽ ഇന്ന് പരിശോധന നടത്തിയത്. അവിടെയാണ് ഈ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ അസ്ഥികൂടമാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷെ അത് പുരുഷന്റേതാണെന്ന് പറയുന്നു. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ ഒരു കുഴിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള മൊഴി ഈ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കൂടുതൽ അസ്ഥികൂടങ്ങളുണ്ടോ ആ മേഖലയിൽ എന്നുള്ളതും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഇന്ന് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ ഈ പരിശോധന നടന്നിരുന്നു, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് സ്പോട്ട് 6 എന്ന് വിശേഷിപ്പിക്കുന്ന ഇടത്താണ് ഈ പരിശോധന, ഈ തിരച്ചിൽ, മണ്ണ് നീക്കിയുള്ള തിരച്ചിൽ നടന്നത്. അവിടെ വെച്ചാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇത് ആരുടെ അസ്ഥികൂടമാണ് എന്നതിലടക്കം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ തിരച്ചിൽ നടക്കുകയാണ്. ബലാത്സംഗത്തിന് ഇരകളായി കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കർണാടക സർക്കാർ ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. DGP തന്നെ ആ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തിരുന്നു. പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ നേരിട്ട് പരിശോധനയ്ക്ക് തിരച്ചിലിനായി അവർ ഇറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി അവിടെ പരിശോധന ഉണ്ടായിരുന്നു. ഇന്ന് 3-ാം ദിവസമാണ്. മുഹമ്മദ് റഹീസ് വീണ്ടും ചേരുന്നുണ്ട്. റഹീസ്, ഇനിയും ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. ഇത് പുരുഷന്റെ മൃതദേഹമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഈ മറ്റു സ്പോട്ടുകളിലേക്ക് ഇന്ന് പരിശോധനയുണ്ടോ, അതോ ഈ സ്പോട്ടിൽ മാത്രമാണോ ഇന്നുള്ളത് മുഹമ്മദ് റഹീസ്? ഉന്മേഷം, നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഇന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് പരിശോധന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ ഈ പുറത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഈ അസ്ഥികൂടം പുറത്തേക്കെടുക്കുന്നത് വലിയൊരു പ്രോസസ്സാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സ്പോട്ടുകളിലേക്ക് ഇന്ന് പരിശോധന നീളാൻ സാധ്യത കുറവാണ്. നിലവിൽ ഇവിടെ ഒരു പച്ച തുണി കൊണ്ട് മറച്ച് അവിടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്കെൽറ്റൺ അസ്ഥികൂടം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല ഭാഗങ്ങൾ പല
പല സ്ഥലത്തായി ചിതറിക്കിടക്കുകയാണ്. അതൊക്കെയും ഒരുമിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഫോറൻസിക് സംഘം അടക്കമുള്ളവർ ആ ഒരു പ്രക്രിയയിലാണ്, ആ ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് കുറച്ചധികം സമയമെടുക്കുമെന്നുള്ള വിവരം അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രാഥമികമായി അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിച്ച് പറയുന്നത് ഇത് ഒരു പുരുഷന്റെ മൃതദേഹമാണ്, മനുഷ്യന്റെ മൃതദേഹമാണ് എന്നുള്ളതിന് 100% ഉറപ്പാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിന് അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചു പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യ ദിവസം ഒരൊറ്റ സ്പോട്ടിൽ മാത്രം പരിശോധന നടത്തി, അവിടെ നിന്ന് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം പിന്നീട് 4 സ്പോട്ടുകളിൽ കൂടി പരിശോധന നടത്തി, ആ 4 സ്പോട്ടുകളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു 6ാമത്തെ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ, ഇന്ന് ഉച്ചയ്ക്ക് 6ാമത്തെ സ്പോട്ടിലേക്ക് കടന്നപ്പോഴാണ് അവിടെ നിന്നും ഒരു അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ആ അസ്ഥികൂടത്തിന് വലിയ പ്രാധാന്യമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം 10-20 വർഷം എങ്ങനെയായാലും ഒരു 20 വർഷം മുമ്പ് 1998 മുതൽ 2014 ഇടയിൽ നടന്ന സംഭവങ്ങളാണ്. ഇത് ഏത് വർഷം മരിച്ചതാണ്, ആരുടെ അസ്ഥികൂടമാണ് എന്നുള്ള കാര്യത്തിന് ഒന്നും സ്ഥിരീകരണമില്ല. അത് പലതും ശുചീകരണ തൊഴിലാളിക്ക് തന്നെ അറിയില്ല ആരുടെ മൃതദേഹമാണ് എന്നുള്ളത്. മറിച്ച് പുരുഷന്റേത് സ്ത്രീയുടേത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി അദ്ദേഹം മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ കോടതിയിൽ അത്തരത്തിലൊരു മൊഴി അദ്ദേഹം നൽകുകയും ചെയ്തു. രഹസ്യമൊഴിയിൽ അതുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഓരോ സ്പോട്ടുകളിലും എത്ര മൃതദേഹമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ സ്പോട്ടിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 7 മൃതദേഹമെങ്കിലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണ സംഘത്തോട് ഇന്ന് രാവിലെയും അത് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി എത്തിച്ച് പരിശോധന നടത്താമെന്നുള്ളൊരു തീരുമാനമെടുത്തത്. കാരണം ഒരു മൃതദേഹമല്ല കണ്ടെത്തേണ്ടതുള്ളത്, ഒരുപാട് മൃതദേഹം കണ്ടെത്താനുള്ള ഈ ഒരു ടെറൈന് വലിയൊരു വ്യത്യാസമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒക്കെ അടക്കമുള്ള ഇത് മാത്രമല്ല, ഈ ഒരു പുഴയോട് ചേർന്ന് ഒഴുകുന്ന ഭാഗമാണ്. മണ്ണ് എത്രത്തോളം പോയിട്ടുണ്ട്, എത്രത്തോളം മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനൊന്നും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവുമില്ല. അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മാറിയിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ആ ഒരു പുഴയോട് ചേർന്ന് ഒഴുകുന്ന ഭാഗം, അവിടെ നടത്തിയ പരിശോധനയിൽ നമ്മുടെ കണ്ണിന് നേരെ കാണാൻ കഴിയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ഇതോടനുബന്ധിച്ച് അനന്യ ഭട്ടിന്റെ നേരത്തെ കാണാതായിട്ടുള്ള അനന്യ ഭട്ടിന്റെ ഒരു അവകാശകൻ, അദ്ദേഹത്തിന്റെ അമ്മ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്, നിയമ പോരാട്ടമുണ്ട്. അപ്പോൾ അതിനെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ സത്യത്തിന്റെ വിജയം ഉറപ്പായും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരിക്കലും സത്യമേവ ചെയ്ത് എന്നുള്ളൊരു വാചകമാണ് അദ്ദേഹം നമുക്ക് അയച്ചു തന്നതും പിന്നീട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചതും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും ഇത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ മൊഴിയിൽ വസ്തുതയുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. SIT സംഘം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ അന്വേഷണം നടത്തി വരുന്നത്. അദ്ദേഹം പറഞ്ഞ അത്രയും ആഴത്തിൽ കുഴിച്ചു നടത്തുന്ന ഒരു പരിശോധന. കാരണം CBI അടക്കമുള്ളവർ എത്തിയിട്ട് ഒന്നും കണ്ടെത്താനാകാതെ മടങ്ങിയ പല കേസുകളും ധർമ്മസ്ഥലയിലുണ്ട്. ഇനിയും കാണാതായതിനു പിന്നാലെ യാതൊരു തുമ്പുമില്ല എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് എഴുതി തള്ളിയ കേസുകൾ അനേകം ഉണ്ട്. സ്ത്രീകളുടെയും പുരുഷന്റെയും മൃതദേഹമുണ്ട്. സ്വത്തിന് വേണ്ടി കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉയരുന്നുണ്ട്. മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്തിയതുണ്ട്. രാഷ്ട്രീയമായി എതിര് നിന്നതിന് ആളുകളെ കൊലപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് ഇതെന്നുള്ള ആരോപണം ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ ആരോപണങ്ങൾക്കെല്ലാം ഒരു അടിസ്ഥാനമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യ ദിവസം നമ്മൾ എത്തിയത് മുതൽ കേട്ട ഓരോ കഥകളും നമ്മൾ അത് കൃത്യമായി എത്തിച്ചിരുന്നു. ആ ഓരോ കഥകളിലും കേട്ട പലരെയും ഇവിടെ മിസ്സിംഗ് ആണ്, പലരെയും കാണാതെ പോയിട്ടുണ്ട്. അതിൽ പുരുഷന്മാരൊക്കെ സ്ത്രീകളെയും ഒക്കെ കാണാതെ പോയിട്ടുണ്ട്. മുൻപ് ഭീഷണി നേരിട്ടിരുന്നവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കാണാതാവുകയും പിന്നീട് യാതൊരു തുമ്പും ലഭിക്കാതെ പോകുന്ന നിരവധി കേസുകളുള്ള സ്ഥലമാണ് ധർമ്മസ്ഥല. ആ ധർമ്മസ്ഥലയിൽ നിന്നാണ് ഒരു ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരിശോധന 10 വർഷമായി ഈ സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ട് പിന്നീട് കുറ്റബോധം കൊണ്ട് അദ്ദേഹം വന്ന് കോടതിയിൽ നൽകിയ മൊഴി, രഹസ്യമൊഴി, അതിന് പിന്നാലെ അന്വേഷണവുമായി ഇത്രയും നാളും സഹകരിച്ചത്, അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടി ഈ ഒരു പച്ച തുണി വിരിച്ചുകൊണ്ട് അവർ ആ സീൻ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ ആ ഒരു ഏരിയ അത് മാർക്ക് ചെയ്ത് മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DGP പ്രണബ് മൊഹന്തി ഇന്ന് ഇവിടെ എത്തും. അദ്ദേഹം ഇന്നലെ എത്തിയിരുന്നു. ഇന്നലെ ക്ലിയർ കട്ടായി അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന്. ചില ബാഗുകളോ അല്ലെങ്കിൽ ചില വസ്ത്രങ്ങളോ ഇവിടെ നിന്ന് കണ്ടെത്തുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം ഇത് ഒരു സ്നാനഘട്ടമാണ്. ഇവിടെ വന്ന് വസ്ത്രം ഉപേക്ഷിച്ചു പോകുന്നവർ അനവധിയാണ്. ബാഗുകളൊക്കെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് നിത്യേനയുള്ള സംഭവമാണ്, ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അതൊന്നുമല്ല, മറിച്ച് ഒരു അസ്ഥികൂടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹം ഞാൻ ഈ കാണിച്ചു തരുന്ന സ്ഥലത്ത് അസ്ഥികൂടമുണ്ട് എന്ന് തെളിയിക്കണമായിരുന്നു. അത് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇനി ആരുടേത്, എന്തിന്,
എങ്ങനെ കൊല്ലപ്പെട്ടു, ആര് പറഞ്ഞിട്ട് കൊന്നു, ആര് പറഞ്ഞിട്ട് മറവ് ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയുമുണ്ട്. പക്ഷെ അതിനൊക്കെ അടിസ്ഥാനമുണ്ടായത് ഒരു മൃതദേഹം കണ്ടെത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് കൊണ്ടാണ്. ആ അസ്ഥികൂടത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാകും ഇനി മുഴുവൻ പരിശോധനയും നടക്കുക. ഇന്ന് എന്തായാലും ഈ ഒരു സ്പോട്ട് നിലവിൽ നമ്മൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മാത്രമാണ് ഇന്ന് പരിശോധിക്കാൻ സാധ്യത. അതിനപ്പുറത്തേക്ക് ഉള്ള പരിശോധനകളൊക്കെയും ഇനിയും, അതായത് 14 മൃതദേഹം റഹീസ്, പോലും ഇപ്പോൾ